ഇന്നത്തെ എൻ്റെ വീഡിയോ SK പ്രോട്ടീനെ കുറിച്ചാണ്. ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ഒരു അപ്ഡേഷൻ എനിക്ക് കമ്പനിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയതുകൊണ്ട് ആ അപ്ഡേഷൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹലോ, ഞാൻ ജാസ്മിൻ മൻസൂർ, സിൻഡ്രല്ല ബ്യൂട്ടി കോൺസെപ്റ്റ്സിലേക്ക് സ്വാഗതം. ഇതിൻ്റെ പ്രൊസീജിയർ പറയാം. ആദ്യം തന്നെ ഷാംപൂ വാഷിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ കെരാറ്റിൻ, പ്രോട്ടീൻ അതുപോലെയുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ ഷാംപൂ വാഷിന് പ്രത്യേകതയുണ്ട്. വെർജിൻ ഹെയർ, ഹെന്ന കോട്ടഡ് ഹെയർ, പിന്നെ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഹെയർ, ഇതിനെല്ലാം 3 ടൈംസ് വേണം വാഷ് ചെയ്യാൻ. 3 ടൈംസിൽ 2 പ്രാവശ്യവും പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തെടുക്കാം. മൂന്നാമത്തെ പ്രാവശ്യം ഒരു 2-3 മിനിറ്റ് നമ്മൾ ഹെയറിൽ പിന്നെ ഷാംപൂ വെച്ചതിന് ശേഷം വേണം വാഷ് ചെയ്ത് കളയാൻ. ഷാംപൂ വാഷിന് ശേഷം നന്നായി ടവൽ ഡ്രൈ ചെയ്തിട്ട് നമ്മൾ കൂൾ ഡ്രൈ ആണ് കൊടുക്കുന്നത്. അതും 80% കൂൾ ഡ്രൈ വേണം കൊടുക്കാൻ. കൂൾ ഡ്രൈ കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളുടെ ക്രീം എടുത്ത് ആപ്ലിക്കേഷൻ ചെയ്യണം. ഇതൊരു ഡാപ്പ് മെത്തേഡിലാണ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. നന്നായി എമൾസിഫൈ ചെയ്യണം. റൂട്ടിൽ നിന്നും 1 ഇഞ്ച് വിട്ട് വേണം നമ്മളുടെ ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. SKയുടെ ഈ ട്രീറ്റ്മെൻറ്റ് കളർ പ്രൊട്ടക്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അതിനെ ടനിനോ ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ കളറെല്ലാം ചെയ്ത് ഡാമേജ് ഫ്രിസി ആയിട്ടുള്ള ഹെയറിന് ഏറ്റവും പറ്റിയ ഒരു ട്രീറ്റ്മെൻറ്റാണ് ടനിനോ ട്രീറ്റ്മെൻറ്റ്. ഫാഷൻ കളേഴ്സ്, ഹൈലൈറ്റ് കളേഴ്സ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഹെയർ ബ്ലീച്ച്, പ്രീ ലൈറ്റനിങ് ചെയ്തിരിക്കുന്നത്, ഇതിനെല്ലാം കളറ് ഫെയ്ഡ് ആകാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ടനിനോ. ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം വെർജിൻ ഹെയർ ആണെന്നുണ്ടെങ്കിൽ 1 അവറും മറ്റ് ട്രീറ്റഡ് ഹെയർസ് ആണെന്നുണ്ടെങ്കിൽ 45 മിനിറ്റ്സും വെക്കുക. അതൊരു ഷവർ ക്യാപ്പ് ഇട്ട് വെച്ച് 45 മിനിറ്റ്സ് വരെയും വെയിറ്റ് ചെയ്യണം. ഗ്രേ കവറേജ് ചെയ്യുന്നതിന് SK പ്രോട്ടീൻ്റെ തന്നെ കാർണിവൽ എന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതിയാകും. പ്രീ ലൈറ്റനിങ് ചെയ്ത ഹെയർ, ഹൈലൈറ്റ്, ഗ്ലോബൽ, ഫാഷൻ കളർ ഇവയൊക്കെ ചെയ്ത ഹെയറിൽ മാത്രം ടനിനോ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതിയാകും. ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് SKയുടെ ട്രെയിനർ റാം സാറാണ്. സാറിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നത് കേൾക്കാം. ഇതെൻ്റെ ബോസാണ്, എൻ്റെ ട്രെയിനറാണ്. കമ്പനിയുടെ ഞാൻ സ്ഥിരമായിട്ട് ഈ പ്രോഡക്റ്റ്സ് എടുക്കുന്നത് കൊണ്ട് എന്നെ പല പ്രാവശ്യം കാണാൻ ചോദിച്ചപ്പോഴെല്ലാം എനിക്ക് തിരക്കാന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. അപ്പോൾ ചെന്നൈ ആളാണ്. എന്നെ പറഞ്ഞു ഇന്ന് എന്തായാലും കണ്ടിട്ടേ പോകുള്ളൂ. അപ്പം അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് തന്നെ ഞാൻ ചെയ്യാൻ എനിക്ക് കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞു. സാറ് ചെയ്തോളാം എന്നുള്ള രീതിയിലാണ്. അപ്പം സാറ് തന്നെ ചെയ്യാനുള്ള ഒരു Thank you so much. What's your name? Okay, nice to meet you. അപ്പം ഞാൻ ചെയ്യുന്നതിലും സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മാറുന്നത്. Thank you. I'm a lucky person today. എൻ്റെ ഒരു സ്റ്റാഫ് പോലെ ആയിപ്പോകത്തില്ല. എൻ്റെ സാറ് വന്ന് ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റാഫ് പോലെ ആയിപ്പോകത്തില്ല. ഞാനിത് പറഞ്ഞില്ല. ക്രീം ആപ്ലിക്കേഷൻ്റെ ടൈം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഹെയർ ക്യാപ്പെല്ലാം മാറ്റി നന്നായി 50% കൂൾ ഡ്രൈ വേണം കൊടുക്കാൻ. നന്നായിട്ട് ഹെയർ കൂൾ ഡ്രൈ കൊടുത്തതിന് ശേഷം ഒരു 30% മൈൽഡ് ചൂടിലിട്ട് ഡ്രയർ പിടിക്കണം. ഡ്രയർ പിടിക്കുന്നതെല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ എൻ്റെ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്, കണ്ട് മനസ്സിലാക്കുക. കൂൾ ഡ്രയർ ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ പവറിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം ഹോട്ട് ഡ്രയർ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് കുറച്ച് സ്പീഡ് കുറച്ചിട്ട് ചെയ്താൽ മതിയാവും. ഇങ്ങനെ ഹെയർ ഉണക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് ബ്ലോ ഡ്രൈ ചെയ്യുന്നത്. ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ ഫുൾ ഹീറ്റ് ഇട്ട് വേണം. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നന്നായിട്ട് ബ്ലോ ഡ്രൈ ചെയ്യണം. ഇപ്പം സാറ് ചെയ്യുന്നത് മീഡിയം ഹീറ്റ് ഇട്ട് കുറേശ്ശെ ആയിട്ട് ഉണക്കുന്നതാണ്. അടുത്തതായിട്ട് സാറ് ചെയ്യാൻ പോകുന്നത് ഫുൾ ഹീറ്റ് ഇട്ട് നന്നായി ബ്ലോ ഡ്രൈ ചെയ്യുന്നതാണ്. കണ്ടോ, സാറ് ഓരോ ഹീറ്റുകളും കയ്യിൽ അത് ചെക്ക് ചെയ്തതിന് ശേഷമൊക്കെയാണ് സാർ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്.
ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡ്രയർ ചെരിച്ച് വെച്ച് വേണം ബ്ലോ ഡ്രൈ ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ സ്കാൽപ്പിൽ അതിൻ്റെ ഹീറ്റ് കൊണ്ട് നമുക്ക് സ്കാൽപ്പ് പൊള്ളിപ്പോകാനൊക്കെ സാധ്യതകൾ കൂടുതലാണ്. സാറ് ആ ഡ്രയർ പിടിക്കുന്നതും ഡ്രയർ ചെയ്യുന്നതുമൊക്കെ വിശദമായിട്ട് തന്നെ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. എൻ്റെ കസ്റ്റമറുടെ ഹെയർ വളരെ ഫ്രിസി ഹെയറാണ്. ആ ഫ്രിസി ഹെയർ ആയതുകൊണ്ടാണ് സാർ ഓരോ പ്രാവശ്യവും ചീകി ഓരോ മുടിയും ആ ചീപ്പിൽ ചേർത്ത് വെച്ചതിന് ശേഷം മാത്രം ഡ്രയർ ചെയ്യുന്നത്. ബ്ലോ ഡ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ മുടി സ്ട്രെയിറ്റ് ആയിട്ട് വരാറുണ്ട്. ബ്ലോ ഡ്രൈയുടെ ഓരോ ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി ബ്ലോ ഡ്രൈ കഴിഞ്ഞതിന് ശേഷം ഹെയർ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അയണിങ് സ്റ്റാർട്ട് ചെയ്യും. അയണിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നല്ല ഹെൽത്തി ഹെയർ ആണ്, അല്ലെങ്കിൽ വെർജിൻ ഹെയർ ആണ്, മുടി നല്ല കട്ടിയുണ്ട്, അങ്ങനെയുള്ള ഹെയറുകളെല്ലാം 230 ഇട്ട് അഥവാ ഫുൾ ഹീറ്റ് ഇട്ട് വേണം അയൺ ചെയ്യാൻ. അത് ഒരു 15-20 പ്രാവശ്യം നമ്മൾ ആ ഹീറ്റ് കൊടുത്ത് അയൺ ചെയ്ത് എടുക്കുന്ന ഓരോ സെക്ഷനും തിൻ സെക്ഷൻ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫലം ഉണ്ടാകുകയുള്ളൂ. അയണിങ് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റോളം നമ്മൾ ഹെയർ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഫ്രണ്ട് പോർഷനിൽ കുറേ മുടികൾ ഫ്രിസി ഹെയർ ആണ്. അതുകൊണ്ടാണ് വീണ്ടും ഒന്നും കൂടെ എടുത്ത് അതൊന്ന് ക്ലിയർ ചെയ്ത് വെക്കുന്നത്.
10 മിനിറ്റ് ഹെയർ ഒന്ന് കൂളാകാൻ നമ്മൾ വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. അത് വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ക്രീമുകൾ വാഷ് ചെയ്ത് കളയുക. ക്രീം വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു റിയോ ഷാമ്പൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആഫ്റ്റർ കെയർ ഷാമ്പൂ. അത് സ്കാൽപ്പിൽ നന്നായിട്ടിട്ട് വാഷ് ചെയ്ത് കളയണം. അതിനുശേഷം സ്കാൽപ്പിലിട്ട് നന്നായി മസാജ് ചെയ്ത് ക്രീമെല്ലാം വാഷ് ചെയ്തിട്ട് മുടിയിൽ ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പൂ വാഷിങ് മതിയാവും. കാരണം ഒത്തിരി ഷാമ്പൂ ഇട്ട് മുടിയിൽ കളയേണ്ട, സ്കാൽപ്പ് മാത്രം നീറ്റാക്കിയാൽ മതിയാവും. സ്കാൽപ്പ് നമ്മൾ നീറ്റാക്കാൻ പറയുന്നതിൻ്റെ മെയിൻ സംഗതി എന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മൾ ഉപയോഗിച്ച ആ ക്രീമിൻ്റെ അംശങ്ങൾ സ്കാൽപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഹെയർ ഫോളിനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ ഹെയർ ഫോൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യുന്നത്. ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളൊരു കൂൾ ഡ്രൈ കൊടുത്ത് മുടി ഒന്ന് ഉണക്കുന്നു. നന്നായിട്ട് മുടി ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒത്തിരി മുടി ഫ്രിസ്നെസ് അല്ലെങ്കിൽ ഡ്രൈനെസ് അല്ലെങ്കിൽ ബ്ലോണ്ടറൊക്കെ ഉപയോഗിച്ച് പിന്നെ ഡാമേജായ ഹെയർ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കെരറ്റിൻ കോംപ്ലക്സ് എന്നും പറഞ്ഞുകൊണ്ട് SK പ്രോട്ടീൻ്റെ ഒരു ക്രീമുണ്ട്. ആ കെരറ്റിൻ കോംപ്ലക്സ് ഹെയറിലെല്ലാം കൂടെ അപ്ലൈ ചെയ്തിട്ട് സെക്ഷൻ ബൈ സെക്ഷൻ തിരിച്ച് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അത് വാഷ് ചെയ്യാം. കെരാറ്റിൻ കോംപ്ലക്സ് എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് ഡ്രൈ ഡാമേജ് ആയിട്ടുള്ള ഹെയറുകൾക്ക് ഒരു സ്പാ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ കെരാറ്റിൻ ചെയ്ത് കഴിഞ്ഞിട്ടും ഈ സ്പാ തന്നെ തുടർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ലോങ് ലാസ്റ്റ് ആവും. 20 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളത് വാഷ് ചെയ്യുന്നു. വാഷ് ചെയ്തതിന് ശേഷം ഒരു എൻജോയ് മാസ്ക് എന്നും പറഞ്ഞുകൊണ്ട് SK പ്രോട്ടീന് ഒരു മാസ്ക് ഉണ്ട്. ആ മാസ്ക് ഇട്ട് സ്കാൽപ്പിൽ പറ്റാതെ ആ മാസ്ക് ഇട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മൈൽഡ് ഹീറ്റിൽ ഡ്രൈ ചെയ്തെടുക്കുക. ആ ഡ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ സിറം അപ്ലൈ ചെയ്യണം. കെരാറ്റിൻ കോംപ്ലക്സ് വാഷ് ചെയ്യുന്ന ഭാഗമാണ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ എൻജോയ് മാസ്ക് അപ്ലൈ ചെയ്യുന്നത്. എൻജോയ് മാസ്ക് എന്ന് പറയുന്നത് ഈ സംഭവമാണ്. അത് സ്കാൽപ്പിൽ പറ്റണ്ട, സ്കാൽപ്പിൽ പറ്റാതെ തന്നെ മുടിയിലെല്ലാം നന്നായിട്ട് തേച്ചിട്ട് വേണം അത് വാഷ് ചെയ്ത് കളയാൻ. അതിനുശേഷം ഡ്രൈ ചെയ്യുന്ന ഭാഗമാണിത്. ഹെയർ ഡ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഡ്രൈ ചെയ്യുക. ഡ്രൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ സിറം തേക്കുമ്പോൾ നല്ല ഒരു ഷൈനിങ് നമുക്ക് ഫീലാവും. സിറം തേച്ചില്ലെങ്കിലും ഷൈനിങ് ഒക്കെ ഉണ്ടാവും. നല്ല ഷൈനിങ്ങും നല്ല ഫ്രിസ്നെസ്സും എല്ലാം മാറും. പക്ഷേ ഈ സിറം ഇതാണ് അതിൻ്റെ SKയുടെ സിറം. പക്ഷേ ആ സിറം തേച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നല്ല ഷൈനിങ് ഉണ്ടാവും. നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് കാണാം. പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിൽ എൻ്റെ ക്ലയൻറ്റ് വളരെ ഹാപ്പിയാണ്. പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാ അപ്ഡേഷൻസും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ചെയ്യുന്ന ഓരോ ഷെയറിനും ലൈക്കിനും കമൻറ്റിനും ഒക്കെ എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ.